ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വി മേക്ക് ലൈഫ് ഓൾ അബൌട്ട് എ ഫ്യൂച്ചർ ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ അവർ ഇമാജിനേഷൻ ആൻഡ് കംപ്ലീറ്റ്ലി മിസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് എസ്. എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ എപ്പോഴും സ്വപ്ന ലോകത്താണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദേ ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ദേ ആർ ഓൾവേസ് പ്ലാനിങ് ദ ഫ്യൂച്ചർ. ഭാവിയിൽ അങ്ങനെ ചെയ്യാം, അയാളുമായിട്ട് ജീവിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിന്തിച്ച് കൂട്ടും. ആൻഡ് ദി പോയിൻ്റ് ഇസ്, ഇപ്പം നടക്കുന്നത് ദേ ആർ മിസ്സിങ്. കാരണം നടക്കുമോ നടക്കത്തില്ലയോ എന്ന് പോലും അറിയാത്തൊരു കാര്യമാണ് ഭാവിയിലെ കാര്യങ്ങൾ. ഓക്കെ, ഒരാൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അയാൾ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഹീ ഈസ് ഇമാജിനിങ് എ ഫ്യൂച്ചർ വിത്ത് ഹിസ് വൈഫ്, അല്ലെങ്കിൽ വിത്ത് ഹിസ് കറൻറ്റ് ഗേൾ ഫ്രണ്ട്. ആൻഡ് അവരുടെ കുട്ടികളുടെ കാര്യം, അവരുടെ സ്കൂളിൻ്റെ കാര്യം, ഇൻഷുറൻസ്, എവ്രിതിങ്. ഓക്കെ, അപ്പോൾ ഐ വാസ് ലൈക്ക് ദാറ്റ് സൗണ്ട്സ് ഇൻസെയിൻ. കാരണം ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം ഓൺ സംതിങ് ദാറ്റ് വി ആർ ഇൻ ഷ്യൂർ അബൌട്ട്, അല്ലേ? ഈവൻ their feelings can change later and they are missing a lot of the things happening in the present. ആ ഒരു പ്രസൻറ്റിനെ എംബ്രേസ് ചെയ്യുന്ന സാധനം നമ്മൾ മിസ് ചെയ്തിട്ട് നടക്കുമോ നടക്കത്തില്ലയോ എന്ന് പോലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരിത്. ആൻഡ് നമ്മൾ പ്ലാനൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് ഹെൽത്തി പ്ലാൻസ്. പക്ഷേ ചില ആളുകളുണ്ട് ഏതു നേരവും ഫ്യൂച്ചർ സ്വപ്നം കണ്ട് അതിലിങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ശരിക്കും ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡു വാട്ട് യു ക്യാൻ ഡു നൗ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭാവിയിൽ ലെറ്റ്സ് ഡു ഓൾ ദി തിങ്സ് ദാറ്റ് യു റിയലി വോണ്ട് ടു ഡു. പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് ടു ഇമാജിൻ എവ്രിതിങ് ഇൻ യുവർ മൈൻഡ്. മാനിഫെസ്റ്റിംഗ് ഒക്കെ ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് ലിവ് തിങ്കിങ് അബൌട്ട് ദി ഫ്യൂച്ചർ. ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, നല്ല നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് മിസ് ചെയ്യാതെ അതൊക്കെ ആസ്വദിച്ച് എംബ്രേസ് ചെയ്ത് നല്ല ഹെൽത്തി ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കാൻ നോക്കണം.